രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആദ്യമേ നിർദ്ദേശിച്ച MK സ്റ്റാലിൻ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ശേഷിയുള്ള നേതാവാണ് രാഹുൽ എന്ന് വിശേഷിപ്പിച്ച DMK അധ്യക്ഷൻ. രാഹുലിനെ സഹോദരൻ എന്ന് വിളിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്ത തലൈവർ. ആ സുദൃഢമായ സൗഹൃദവും സഖ്യവും ഒക്കെ ഇപ്പോൾ പഴങ്കഥയാണ്. ഒരുമയായി ഒന്നിച്ചു നിന്നിരുന്ന കോൺഗ്രസും DMKയും ഇപ്പോൾ രണ്ടു വഴിക്കാണ്. I propose the candidature of Rahul Gandhi from Tamil Nadu. Rahul has got the ability to defeat the fascist, Nazist Modi government. My brother Stalin, elder brother Stalin. I don't call any other politician brother, huh? ഒരു തെരഞ്ഞെടുപ്പ്, അതിലുപരി ആ ജനവിധി എല്ലാം മാറ്റിമറിച്ചു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എതിരാളികളെക്കാൾ വലിയ വ്യത്യാസത്തിൽ സീറ്റുകൾ നേടിയിട്ടും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം TVKക്ക് ലഭിക്കാതിരുന്നതോടെ ഒറ്റ രാത്രി കൊണ്ട് കോൺഗ്രസ് മറുകണ്ഠം ചാടി. സംസ്ഥാനത്തെ പല നേതാക്കളുടെയും ആഗ്രഹ സബലീകരണം, അതിൻ്റെ ആത്യന്തിക ഫലം TVK സർക്കാർ ഉണ്ടാക്കിയെന്ന് മാത്രമായിരുന്നില്ല, ഇന്ത്യ സഖ്യ രൂപീകരണത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും കഴിഞ്ഞാൽ ലോക്സഭയിൽ കൂടുതൽ അംഗബലമുള്ള NDA ഇതര കക്ഷിയായ DMK സഖ്യത്തിൽ നിന്ന് പുറത്തു പോകാൻ വഴിയൊരുക്കി എന്നതാണ്. പിന്നിൽ നിന്ന് കുത്തിയെന്നതടക്കം കടുത്ത വിമർശനം കോൺഗ്രസിനെതിരെ DMK തുടരുന്നതിനിടെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ചേരുന്നത്. സഭയിൽ DMK സ്വീകരിക്കുന്ന നിലപാടിൽ തന്നെ എല്ലാമുണ്ട്. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വേറിട്ട് നടക്കുകയാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം. ആദ്യം സഭയിൽ പ്രത്യേക ഇരിപ്പിടം ആവശ്യപ്പെട്ടു. നീറ്റ് വിഷയമായിരുന്നു പാർലമെന്റിന്റെ ആദ്യ ആഴ്ച സഭയെ ഇളക്കി മറിച്ചതെങ്കിൽ ആദ്യ 2 ദിവസം DMK ഉയർത്തിയത് കാവേരി നദിക്ക് കുറുകെ കർണാടക നിർമ്മിക്കുന്ന മേക്കേദാത്ത് ഡാമിനെതിരായ പ്രതിഷേധം. പച്ചഷാണണിഞ്ഞ് സഭയിൽ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയായിരുന്നു DMK MPമാർ. അതിനുശേഷമാണ് DMK നീറ്റ് വിഷയം ഉന്നയിക്കുന്നത് ശക്തമാക്കിയത്. ഡൽഹി പോലീസ് നടപടിയിൽ അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന ആവശ്യം രാജ്യസഭാ ചെയർമാൻ തള്ളിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചപ്പോൾ അക്കൂട്ടത്തിൽ DMK അംഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ലോക്സഭയിൽ പരീക്ഷാ ബില്ലിന്മേലുള്ള ചർച്ചയിൽ മറ്റെല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും പോലെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ദയാനിധി മാരനും നീറ്റ് പരീക്ഷ നടത്തിപ്പിലെ വീഴ്ച വിമർശിച്ചു. പക്ഷേ ആഭ്യന്തരമന്ത്രിയുടെ രാജി അടക്കം കാര്യമായ വിമർശനത്തിൽ നിന്ന് മാറി നിൽക്കാനും ശ്രദ്ധ കാട്ടി. വന്ദേമാതരം ബില്ലായിരുന്നു മറ്റൊന്ന്. ഇന്ത്യ സഖ്യം പ്രതിഷേധം തുടർന്നപ്പോൾ കനിമൊഴി ചർച്ചയിൽ പങ്കെടുത്ത് എതിർപ്പറിയിച്ചു. നിർദ്ദേശിച്ച ഭേദഗതികൾ തള്ളിയപ്പോൾ കടലാസ് നടുത്തളത്തിലേക്ക് എറിഞ്ഞ് രാജയും പ്രതിഷേധിച്ചു. പ്രതിപക്ഷമായി നിൽക്കുമ്പോൾ തന്നെ വേറിട്ട നിലപാടുകളുമായി മുന്നോട്ട് പോകുകയാണ് DMK. Agenda which is being brought in masquerading as nationalism, it has been brought in against the people of this country, against the Indians of this country, against federalism. You cannot impose nationalism by bringing a law. DMK ഇപ്പോൾ കൈക്കൊള്ളുന്ന വിഷയാധിഷ്ഠിത നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. തുടർന്നങ്ങോട്ട് DMK സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾക്ക് അതിൽ കൂടുതലും. ആദ്യ 2 മോദി സർക്കാരുകളിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തേത് യഥാർത്ഥത്തിൽ NDA സർക്കാരാണ്. BJPക്ക് മാത്രമായി 240 MPമാരേ ഉള്ളൂ. കഴിഞ്ഞ സഭാ സമ്മേളന കാലയളവിൽ 293 പേരായിരുന്നു സർക്കാരിനെ പിന്തുണച്ചിരുന്ന MPമാരെങ്കിൽ ഇത്തവണ സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ സാഹചര്യം മാറി. തൃണമൂൽ കോൺഗ്രസിനെയും ശിവസേന ഉദ്ധവ് വിഭാഗത്തെയും പിളർത്തി സർക്കാർ അംഗബലം 319 എത്തിച്ചു. മണ്ഡല പുനർനിർണയം നടപ്പാക്കി വനിതാ സംവരണം നടപ്പാക്കുകയെന്ന ഒരിക്കൽ പരാജയപ്പെട്ട ബിൽ തന്നെയാണ് സർക്കാരിന്റെ മനസ്സിൽ. അപ്പോഴും 3/2 ഭൂരിപക്ഷത്തിന്റെ പിന്തുണ വേണം. അതായത് 40-ലധികം പേരുടെ കൂടി പിന്തുണ. അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ നിലവിൽ DMKയുടെ പിന്തുണ കൂടിയേ തീരും. മണ്ഡല പുനർനിർണയം അടക്കം ഇതുവരെ DMK സർക്കാരിനെ പിന്തുണയ്ക്കുന്ന നിലപാട് കൈക്കൊണ്ടിട്ടില്ല. പക്ഷെ സർക്കാരാകട്ടെ DMKയുടെ പിന്തുണ ഏത് വിധേനയും ഉറപ്പിക്കാനുള്ള ശ്രമത്തിൽ. BJP വിരുദ്ധ രാഷ്ട്രീയമായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി DMKയുടെ മുഖമുദ്ര. മണ്ഡല പുനർനിർണയം അടക്കമുയർത്തി ഡൽഹിയും തമിഴ്നാടും തമ്മിലുള്ള നേർക്കുനേർ പോരെന്ന് പറഞ്ഞാണ് സ്റ്റാലിൻ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ സാഹചര്യം മാറിക്കഴിഞ്ഞു. നിലവിലെ രൂപത്തിൽ ബില്ലിനെ പിന്തുണയ്ക്കില്ല എന്ന് DMK വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു പരിധിവരെ സ്വീകാര്യമായ ഫോർമുല മുന്നോട്ട് വെച്ചാൽ
പിന്തുണയ്ക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ വലിയ ചോദ്യം. തമിഴ്നാടിന്റെ ഭാവി തകർക്കുന്ന നീക്കത്തെ പിന്തുണയ്ക്കുന്നവർ ചരിത്രത്തിലെ ചതിയനായ ഏട്ടപ്പനെ പോലെ 21ാം നൂറ്റാണ്ടിലെ ചതിയന്മാരാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഓഗസ്റ്റ് 13 വരെ സമ്മേളനം ബാക്കിയാണ്. അതിനാൽ DMKയുടെ നിലപാടുകളെ ഒരുപോലെ ഉറ്റുനോക്കുകയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും.